ശാന്തരാത്രി തിരുരാത്രി തുടരുന്നു. ഓക്കെ, ഐഷത്തുൽ ഷംന യാക്കര സെന്റ് മേരീസ് ഓർത്തഡോക്സ് മഹാ ഇടവക പള്ളിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ഷംന, ഇവിടെ എന്തൊക്കെയാ വിശേഷമുള്ളത് പറയൂ ഷംന. ഉറക്കം വരുന്നോ? ഹാഷ്മി വിജയേട്ട, മെരി ക്രിസ്മസ്. നമ്മള് ഇല്ല ഉറക്കൊന്നുമില്ല. ഇവിടെ പാലക്കാട് മൊത്തം ഓണാണ്. ഒരുവിധം എല്ലാ പള്ളിയിലും 11:30 ശേഷമാണ് പരിപാടി. പക്ഷെ നമ്മളുള്ളത് യാക്കരയിലാണ്. ഇവിടെ ഏകദേശം ഇപ്പോൾ കുർബാനയൊക്കെ കഴിഞ്ഞു, ചടങ്ങുകൾ തുടങ്ങി, ഒപ്പം തന്നെ ഫുഡൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊപ്പം കുറേ കുട്ടിക്കൂട്ടങ്ങളുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് 4 പാട്ട് അവർ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ആ പാട്ട് കേൾക്കാം. പാടാം. ഏത് പാട്ടാ ആദ്യം? കണ്ണും കാത്തിരുന്നോ മണ്ണിലൊരു പൈതലിനായി, കാതോടും കേട്ടിരുന്നു ദൈവപുത്രൻ പിറന്നുമെന്ന്. ആകാശരീതിയിൽ മാലാഖമാരെ സ്നേഹത്തിൽ പിറകുടമാ താരാട്ടു പാടി ഉണർത്തിടുവാനായി ധനമനുത്തിടുന്നു. तेरा मेरा जीवन ഏതോ കാലക്കേരല്ലോ നേരാ വായോ പോകാം ലോകം കാണാൻ തേരാ പാറാം. തെറ്റി ഹൃദയം പൊട്ടി വഴിയും തെറ്റി സിറ്റി വഴിയും തെറ്റി പണിക്കല്ലേ ഏ ബനാനെ ഒരു പൂ തരാമോ എല്ലാരും ഒരു ഹാപ്പി ക്രിസ്മസ് പറയോ? ഹാപ്പി ക്രിസ്മസ്. അതാണ് പാലക്കാട്. എന്തായാലും ആഘോഷങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഏകദേശം 11:30 കൂടി എല്ലാ ചർച്ചുകളിലും ഈ കുർബാനയൊക്കെ തുടങ്ങും. അങ്ങനെ ആഘോഷങ്ങൾ തുടങ്ങുന്നതേ ഉള്ളൂ. ഇവിടെ നമ്മൾ എന്തായാലും യാക്കരയിലാണ് ഉള്ളത്. ഇവിടെ കുർബാന ഏകദേശം കഴിഞ്ഞു. ഓർത്തഡോക്സ് പള്ളിയിലാണ് നമ്മളുള്ളത്. ചേട്ടാ, എങ്ങനെയുണ്ട് ക്രിസ്മസ്? ക്രിസ്മസ് അടിപൊളിയല്ലേ? ലോകത്തിലെ എല്ലാ ആൾക്കാരും ആഘോഷിക്കുന്ന ഒന്നാണ് ക്രിസ്മസ്. അത് എല്ലാവർക്കും വളരെ സന്തോഷമുള്ളൊരു ദിവസം കൂടിയാണ്. ഇനി ബാക്കി തിരുമേനി പറയാം. അതാണ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഈ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചുണ്ടായിരുന്നെങ്കിലും ചില കരോൾ സംഘത്തിന് നേരെയൊക്കെ ചില അക്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇന്നെന്തായാലും ഈ തിരുപ്പിറവി രാത്രിയിൽ അത് ആഘോഷമാക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും ജാതിയോ മതമോ ഒന്നും ഇല്ലാതെ അത് ആഘോഷമാക്കുകയാണ്. പള്ളികളിലൊക്കെ പുറത്തൊക്കെ വളരെ വർണ്ണാഭമായി തന്നെ ഒരുങ്ങിയിട്ടുണ്ട്. സ്റ്റാറുകളൊക്കെ തൂക്കി വലിയ ലൈറ്റുകളൊക്കെ ഇട്ട് ഭയങ്കര ആഘോഷമാണ് SKN എന്തായാലും. ഓക്കെ, താങ്ക് യു ഐഷത്തുൽ ഷംന. വിജയകുമാർ, ഈ ഷംന ആദ്യം വിളിച്ചത് ഞാൻ ശ്രദ്ധിച്ചു. SKN ആഷ്മി വിജയേട്ട. അതായത് ഗുരുത്തമുള്ള കുട്ടിയാ, പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ അറിയാം. അനൗൺസ് ചെയ്ത് വേറെ പ്രസക്തിയിൽ കാര്യം പറഞ്ഞില്ലേ? 81 ഞാൻ ജനിച്ചതെന്ന് അടിച്ചു. ഉടനെ തന്നെ പ്രേക്ഷകർ പറഞ്ഞു മകന്റെ ബർത്ത്ഡേ ഒരു രക്ഷയില്ല അല്ലേ? ചങ്കെടുത്ത് കാണിച്ച ചെമ്പരത്തിപ്പൂവാണെന്ന് പറഞ്ഞത് ഞാൻ ഷംനയ്ക്ക് ഗുരുത്തമുണ്ട്. സെൻസിബിളായ കുട്ടിയാണെന്ന് ഇന്നാ മനസ്സിലാക്കുന്നത്. പ്രായമുള്ളവർ ഇനിയും ബഹുമാനിക്കണം. നമ്മള് പ്രായമുള്ളവരോടൊക്കെ ബഹുമാനിച്ചിട്ട് പിന്നെ ആരെ നമ്മള് ബഹുമാനിക്കും? അതുകൊണ്ടൊരു വിജയേട്ടാന്ന് വിളിച്ചതാ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.